ഞാൻ എൻ്റെ ഭാര്യയുടെ അടുത്തോട്ട് ഞാൻ തലവെച്ച് ഇങ്ങനെ കിടന്നപ്പോൾ ഈ വീട്ടിലുള്ളൊരു പെങ്കൊച്ച് അത് കണ്ടിട്ട് പറയുക ഞങ്ങൾ ഇവിടെ വേറെ എന്തോ കാർ ഒതുക്കിയിട്ട് വേറെ എന്തോ പരിപാടിയായിരുന്നു. മറ്റൊരാളുടെ സ്വകാര്യതയിൽ കയറി എത്തി നോക്കിയിട്ട് പറയുക, നാട്ടുകാരെയൊക്കെ വിളിച്ചു കൂട്ടി, ഏതോ ഒരു പുള്ളിക്കാരനൊക്കെ ഇപ്പോൾ വിളിച്ചു കൂട്ടിയിട്ട് പറയുക ഇതേപോലെ ഞങ്ങൾ ഈ കാറിനകത്ത് വേറെ പരിപാടിയായിരുന്നു. അത് പറയാൻ പുള്ളിക്കാരിക്ക് നാണമുണ്ട്, മാനമുണ്ട്. ബാക്കി ആർക്കും നാണോ മാനമൊന്നും ഇല്ലേ? അവനൊരു രോഗിയാ. എന്ത് രോഗി? ഒരു ഞരമ്പ് രോഗിയാ. ഇവിടേക്ക് ഏത് നേരത്തെ സമയം എനിക്കറിയാമല്ല. ഡേറ്റ് ഡിസംബർ 26. അല്ല, അന്നാണല്ലോ സുനാമിയൊക്കെ ഉണ്ടായത്. ഞങ്ങൾ എന്ത് ചെയ്യുന്നുള്ളത് നിങ്ങൾ പറയും. എടാ നാക്കിന് നരമ്പില്ലെന്ന് വെച്ച് വായിത്തൊന്ന് പറഞ്ഞ് തല്ലുണ്ട് ഞാൻ കണ്ട. ഇല്ല, സൗകര്യം ഇല്ല. എനിക്ക് എന്റെ അവകാശം, മര്യാദ ഒന്നുമല്ല, എന്റെ അവകാശം. ഇവള് നമ്മളെക്കാളും തറയടാ. വീടിന്റെ വഴിയിൽ എന്തിനു വന്ന് കിടക്കുന്നു? ഇയാളുടെ വീടിന്റെ വഴിയാണോ ഇത്? എടോ താനം ദൂളത്തര വഴി പറയുന്നത്. പെട്ടെന്ന് ഒരു ഐഡിയ തോന്നിയതാ സാർ. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. പേഴ്സണലായിട്ട് കാര്യമല്ല. ഇയാളടുത്ത് പേഴ്സണൽ സംസാരിക്കാൻ എനിക്ക് ഒന്നുമില്ല. പേഴ്സണലോ? എന്ത് പേഴ്സണൽ? ഞാൻ ഇയാൾ തമ്മിൽ എന്ത് പേഴ്സണലാ ഉള്ളത്? ഞങ്ങള് പേഴ്സണലായിട്ട് സംസാരിക്കുന്ന ഈ കാറിനകത്താ. അത് വന്ന് ഒളിഞ്ഞു നോക്കിയത് ഇയാളാ. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ. എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. ഇയാൾ എന്താ കണ്ടെന്ന് പറ. ശരി, അതുകൊണ്ട് ഇപ്പൊ എന്താ? ക്ലേശ ഇളക്കമുള്ള കൂട്ടത്തിലാണെന്ന് തോന്നുന്നു. എന്റെ ശരീരം ഇളക്കണ്ടെന്ന് പറഞ്ഞേക്കൂ. കണ്ടില്ല. ശരി, ഞാൻ പറയുന്നത് കണ്ടു. എനിക്ക് എന്നെ കണ്ടില്ല, ഈ സീറ്റിൽ ചേച്ചിയെ കണ്ടു. എന്തായിരുന്നു ഇവിടെ സംഭവം? പറയൂ. എനിക്കൊരു മര്യാദയുണ്ട്. അടിപൊളി. പൊതുസ്ഥലത്ത് വെച്ച് കാണിക്കാൻ കൊള്ളാത്തതാണ്. പൊതുസ്ഥലത്ത് വെച്ചിട്ട് കാണിക്കാൻ കൊള്ളാത്തതോ? പൊതുസ്ഥലത്ത് വെച്ച് കാണിക്കാൻ കൊള്ളാത്തതാണ്. പൊതുസ്ഥലത്ത് വെച്ചിട്ട് കാണിക്കാൻ കൊള്ളാത്തതോ? എന്തോന്ന് അടവ് ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? വന്ന് ചോദിച്ചില്ല എന്തേ വണ്ടി ഇവിടെ ഇടുന്നേ. മാരിയോട് ചോദിക്കാം, കാര്യം ഞങ്ങൾ പറഞ്ഞേനെ. അതായത് അവിടെ ചോദിച്ചിട്ടില്ല. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും.